ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ. ഇന്ന് വറുത്തരച്ച ഒരു കടലക്കറിയുടെ റെസിപ്പിയായിട്ടാണ്. വളരെ രുചികരമായിട്ടുള്ളൊരു റെസിപ്പിയാണത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം മറക്കാതെ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി പോയാൽ നന്നായിരിക്കും. അപ്പോൾ ഈ നാടൻ കടലക്കറി, രുചികരമായ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ നമുക്ക്. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു 250 ഗ്രാം കടല ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണിത്. ഏകദേശം 8 മണിക്കൂറോളം. നല്ല രീതിയിൽ കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. സ്വല്പം കൂടുതൽ വെള്ളം ഇരിക്കുന്നത് നല്ലതായിരിക്കും, നമുക്ക് ഗ്രേവിക്ക് ആവശ്യം വരും. ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇത്രയും ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വളരെ ചെറിയ തീയിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ അതവിടെ വെന്ത് വരട്ടെ. നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു മുറി നാളികേരത്തേക്കാൾ കുറച്ച് കുറവാണ് കേട്ടോ. അത് ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ചെറിയ ഉള്ളി 2ആയി കീറി മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നമുക്കൊന്ന് വഴറ്റി തുടങ്ങാം. ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് പെരുംജീരകം കൂടി ഇതോടുകൂടി വറക്കുന്നത് നന്നായിരിക്കും. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതോടൊപ്പം ചേർക്കാം. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഇതാ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ തന്നെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇനി ഇതിൻ്റെ കളർ മാറി വരുന്നത് വരെ 1 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിലിട്ടിട്ട് വഴറ്റിയെടുക്കാൻ, ഇല്ലെങ്കിൽ മല്ലിപ്പൊടി കരിഞ്ഞു പോകും. ഏകദേശം നല്ല രീതിയിൽ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഞാൻ ചേർക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ കടല ഇവിടെ വേവാൻ വെച്ചത് നമ്മൾ നോക്കി നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. 5 വിസിൽ വന്നതിന് ശേഷം എടുത്ത് നോക്കിയതാണ്. മിക്സിയുടെ ജാറിൽ നമ്മൾ അരച്ച അരപ്പാണ് ഇരിക്കുന്നത്. അതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. കടലക്കറി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ ഒരു 1/4 ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂണോ കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് വെളുത്തുള്ളി അല്ലി മാത്രമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും ഇഞ്ചി കടലക്കറിയിൽ ഇടരുത്, കയ്പ്പ് വരും. പിന്നെ ഒരു 2 സവോള ചെറുതായിട്ട് അരിഞ്ഞത്, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. ഗോൾഡൻ ബ്രൗൺ ആയി വരുന്നത് വരെ നമുക്കിത് വഴറ്റേണ്ടി വരും. അപ്പോൾ കുറച്ച് സമയം പിടിക്കും ഇത് വഴറ്റി വരാൻ. അപ്പോൾ അതായത് ഇവിടെ നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ട് നമ്മുടെ സവോളയെല്ലാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ തക്കാളിയാണ്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേവാൻ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കേണ്ടതുണ്ട്. അതും ചേർത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ല രീതിയിൽ ഉടഞ്ഞ് ചേരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം തക്കാളിയെല്ലാം നല്ല ഉടഞ്ഞ് ചേർന്നപ്പോൾ ഞാൻ മസാല അരച്ചതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുത്തു. അതുകൂടാതെ നമ്മൾ വേവിച്ച് വെച്ച കടല വെള്ളത്തോടു കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. നമുക്കിതിൻ്റെ ഗ്രേവിയുടെ കട്ടി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. ഞാൻ ഏതായാലും മിക്സിയുടെ ജാറ് കഴുകിയിട്ട് സ്വല്പം കൂടി വെള്ളം അതിലെ മസാല കൂടി ഇതിലേക്ക് പോരാനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ പരുവത്തിലാണ് ഇപ്പോൾ നമ്മുടെ കടലക്കറി ഇരിക്കുന്നത്. ഒരുപാട് ലൂസായി വെക്കേണ്ട ആവശ്യമില്ല. ഇനി കാരണം ഇതൊരു 5 മിനിറ്റ് കൂടി വേവിച്ചാൽ മതി. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു. ഞാൻ ലേശം കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ഈ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പച്ചമുളക് 3ആയി കീറിയിട്ടുണ്ട്. വലിയ പച്ചമുളകായിരുന്നു. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിൽ വേവിക്കാം. അപ്പോൾ അത് വെന്ത് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ നല്ല അടിപൊളി ഗ്രേവിയായിട്ട് നമ്മുടെ കടലക്കറി ഇവിടെ റെഡിയാണ്. നമ്മുടെ പുട്ടിലേക്ക്, വെള്ളയപ്പം, അതുപോലെ പൊറോട്ട, ഇതിലേക്കെല്ലാം സുന്ദരമായിട്ടുള്ള ഒരു കടലക്കറിയാണത്. വറുത്തരച്ച കടലക്കറി, അതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കടലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇതോടെ അവസാനിക്കുന്നു. അതിൽ നിന്നും ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.